വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം മാരാർജി ഭവനിൽ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടനെത്തും. പ്രജിത് മോഹനൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. പ്രജിത്ത്, അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കെ പി, ഇപ്പോഴിതാ അല്പസമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് വാഹനവ്യൂഹം അമിത്ഷായും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഇപ്പോൾ മാരാർജി ഭവന് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിനെന്തായാലും മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വലിയ നിയന്ത്രണങ്ങളുണ്ട്. അദ്ദേഹം എത്തുമ്പോൾ ആ വാഹനത്തിൽ നിന്നിറങ്ങി ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുന്നത് മാത്രമാണ് മാധ്യമങ്ങൾക്ക് പകർത്താൻ കഴിയുക. അതിനുശേഷം കോർ കമ്മിറ്റി യോഗത്തിൻ്റെ ഒന്നും ദൃശ്യങ്ങൾ പകർത്തുള്ള അനുമതിയില്ല. ഇപ്പോൾ ഒരു വശത്ത് അദ്ദേഹവുമായിട്ടുള്ള കാർക്കൈഡ് അത് ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിന് മുന്നിലേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വഹിച്ചുകൊണ്ടുള്ള വാഹനം ബി.ജെ.പി. ഓഫീസിനുള്ളിലേക്ക് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ആ വാഹനത്തിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ അമിത്ഷാ പുറത്തേക്കിറങ്ങും. ബി.ജെ.പി. നേതാക്കളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം ഓഫീസിനുള്ളിലേക്ക് പോകും. അവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗവും എൻ.ഡി.എയുടെ നേതൃയോഗവുമൊക്കെ ആരംഭിക്കും. യോഗത്തിലായിരിക്കും ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിർണായക നീക്കങ്ങൾ അടക്കമുള്ള ചർച്ചകളിലൊക്കെ ഉണ്ടാവുക. അതിപ്പോഴാ അമിത്ഷാ പുറത്തേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയാണ്. അമിത്ഷായ്ക്കൊപ്പം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒപ്പമുണ്ട്. അദ്ദേഹം ബി.ജെ.പിയുടെ ഓഫീസിനുള്ളിലേക്ക് മറ്റ് നേതാക്കൾക്കൊപ്പം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു 4:30 മുൻപ് തന്നെ കോർ കമ്മിറ്റി യോഗവും അതിനുശേഷം നേതൃയോഗവും ആരംഭിക്കും എന്നുള്ളതാണ് ബി.ജെ.പി. നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അകത്ത് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നമുക്ക് നിലവിൽ അനുമതിയില്ല എന്നുള്ളതാണ്. എന്തായാലും വളരെ നിർണായകമാണ് ഈ യോഗം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുന്ന ബി.ജെ.പിയുടെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകളും തന്ത്രങ്ങളും എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ അമിത്ഷായുടെ കൂടി പറഞ്ഞതുപോലെ തന്നെ മിഷൻ 2026 അതിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ് ഇന്ന് രാവിലെ നടന്ന ജനപ്രതിനിധി യോഗത്തിലടക്കം ആഭ്യന്തരമന്ത്രി നൽകിയത്. ഇപ്പോൾ നേതൃയോഗത്തിലേക്ക് കടക്കുന്നു. കോർ കമ്മിറ്റി യോഗം നേതൃയോഗത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായി സംസ്ഥാനത്തെ നേതാക്കൾക്ക് എന്തൊക്കെയാണ് ചുമതലകൾ, എന്തൊക്കെയാണ് ലക്ഷ്യമിടേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുമല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി. അത്ഭുതകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇതിന് മുൻപ് അദ്ദേഹം തലസ്ഥാനത്തെത്തിയ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അന്ന് പുത്തരിക്കണ്ടത്ത് ചേർന്ന മഹാസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ അതിനുശേഷം തലസ്ഥാനത്തെത്തുകയും ബി.ജെ.പി. തലസ്ഥാനം പിടിച്ചു കഴിയുമ്പോൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിയുമ്പോൾ പത്മനാഭസ്വാമി അടക്കം ദർശനം നടത്തണമെന്നുമൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രഖ്യാപനം ഫലവത്താവുകയും ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിലെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം ദർശനം നടത്തിയിട്ട് ബി.ജെ.പിയുടെ ജനപ്രതിനിധി സഭയിലും പങ്കെടുത്തതിന് ശേഷം ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഈ കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ എത്തുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഈ പറയുന്ന ജനപ്രതിനിധി സഭയുമായി ബന്ധപ്പെട്ട് വലിയ സന്ദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കുമൊക്കെ ബി.ജെ.പിയുടെ വോട്ട് നിലയിലടക്കം വലിയ മുന്നേറ്റമുണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായി എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം ഏതാണ്ട് 40% എത്തുമെന്നുള്ള കാര്യം, ആ രീതിയിലേക്കുള്ള ഒരു പരാമർശമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അനന്തപുരിയിലെ മേയർക്ക് പിന്നാലെ കേരളത്തിൽ ബി.ജെ.പിയെ മുഖ്യമന്ത്രിയെ കാണാം എന്നടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തകർ കാര്യക്ഷമമായി പ്രവർത്തിക്കണം, ഇനി നമുക്ക് വിശ്രമിക്കാനുള്ള സമയമല്ല തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയത്. എന്തായാലും കോർ കമ്മിറ്റി യോഗത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ സംഘടനാ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണം ഏത് രീതിയിലായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കണം, കേന്ദ്ര പദ്ധതികളടക്കമുള്ള തിരുവനന്തപുരം മാരാർജി ഭവനിൽ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ യോഗ നടപടികൾ ആരംഭിക്കും. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.